അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുദൈവ വിശ്വാസികൾ കൈക്കൊള്ളുന്ന നിലപാടുകളെക്കുറിച്ച് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞതിന് ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ, താങ്കൾ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുദൈവ വിശ്വാസികളായ സമൂഹത്തോടും മറ്റുമായി താങ്കൾ പറയുക, ഏകനായ അള്ളാഹുവിനെ മാത്രം ദൈവമായി അംഗീകരിച്ചുകൊണ്ട് അവന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന മാർഗത്തിലാണ് ഞാനുള്ളത്. എൻ്റെ മാർഗം അതാണ്. അതിലേക്കാണ് ഞാൻ ആളുകളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ബഹുദൈവ വിശ്വാസിയാകാൻ പറ്റില്ല. ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന 108-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഖുൽ, നബിയെ, താങ്കൾ അവരോട് പറയുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. അദൂ ഇലല്ലാഹി, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, നല്ല ഉൾക്കാഴ്ചയോടെ. അന വമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും, ഞാൻ മാത്രമല്ല എൻ്റെ അനുയായികളും. നബിയെ, താങ്കൾ ബഹുദൈവ വിശ്വാസികളായ മക്കയിലെ താങ്കളുടെ പ്രബോധിത സമൂഹത്തോട് തുറന്നു പറയുക, എൻ്റെ മാർഗം ഏകനായ അള്ളാഹുവിൻ്റെ മാർഗമാണ്, നിങ്ങളുടെ ബഹുദൈവാരാധനയുടെ മാർഗമല്ല. ഞാനും എന്നെ പിൻപറ്റിയ, എൻ്റെ പ്രബോധനത്തിൽ വിശ്വസിച്ച് എന്നെ അനുഗമിക്കുന്നവരുമായ ആളുകളും ഏകദൈവ വിശ്വാസത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ ആളുകളെ ക്ഷണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടർന്ന് എല്ലാ കാലത്തും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ എല്ലാവരും എന്നെ പിന്തുടർന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചവരിൽ പെടും. തികഞ്ഞ ഉൾക്കാഴ്ചയോടെയാണ് ഞാനും എൻ്റെ അനുയായികളും നിങ്ങളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത് എന്ന് ബുദ്ധിയും ബോധവും ഉപയോഗിച്ച് ദൃഷ്ടാന്തങ്ങളിലൂടെ കണ്ണോടിച്ച് ആഴത്തിൽ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്നർത്ഥം. വസുബ്ഹാനല്ലാഹ്, അള്ളാഹു അതീവ പരിശുദ്ധൻ തന്നെ. അതുകൊണ്ട് അവനെപ്പോലെ വേറെ ദൈവങ്ങളുണ്ടാവുകയോ അവന് പങ്കുകാരുണ്ടാവുകയോ സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൈവത്തിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കുന്ന ബഹുദൈവ വിശ്വാസികളിൽ പെടുകയില്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവാരാധകരിൽ പെട്ടവനല്ല. ഇക്കാര്യം ബഹുദൈവ വിശ്വാസികളോട് തുറന്നു പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ. തുടർന്ന് എന്തുകൊണ്ടാണ് അള്ളാഹു മലക്കുകളെയോ മറ്റോ പ്രവാചകനായി നിയോഗിക്കാത്തത് എന്ന ബഹുദൈവ വിശ്വാസികളുടെ ചോദ്യത്തിന്, അല്ലെങ്കിൽ അവരുടെ വാദത്തിന് മറുപടി പറയുകയാണ് അടുത്ത ആയത്തിൽ. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.